നമസ്കാരം. RP, രാജ്യം നടുങ്ങിയ ഒരു സ്ഫോടനം നമ്മുടെ രാജ്യതലസ്ഥാനത്തുണ്ടായിട്ട് 3 മാസങ്ങൾ പിന്നിടുന്നതേ ഉള്ളൂ. ഈ കഴിഞ്ഞ നവംബർ 10-ാം തീയതിയാണ് ചെങ്കോട്ടയിൽ കാർ ബോംബ് സ്ഫോടനം ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും 3 മാസം പിന്നിടുമ്പോൾ രാജ്യത്തുടനീളം വീണ്ടും ചില തീവ്രവാദി ഭീഷണികൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അത് ദില്ലിയിലുമുണ്ട്, ഇങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരെ അതിൻ്റെ തീവ്രവാദികളെ പിടികൂടുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. എന്താണ് ഇത് ഇപ്പോൾ നൽകുന്ന ഒരു സൂചനകൾ? അല്ല, സൂചന വളരെ വ്യക്തമാണ്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. നിരന്തരമായി ഭീഷണികളുണ്ട്. ആ ഭീഷണികളുടെ നടുവിലൂടെയാണ് നമ്മളുടെ രാജ്യം മുമ്പോട്ട് പോകുന്നത്. ഈ പുരോഗതിയും അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾക്ക് വലിയ അംഗീകാരവും ഒക്കെ ലഭിക്കുന്നത് മറുവശത്ത് ഇതുപോലെ രാജ്യത്തെ കത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ പറയുന്ന തീവ്രവാദി ആക്രമണങ്ങളല്ല യഥാർത്ഥത്തിൽ തീവ്രവാദികൾ ലക്ഷ്യമിടുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ലക്ഷ്യമിടുന്നത് ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ആ ഭീകരാക്രമണത്തിൻ്റെ പ്രത്യാഘാതം എന്ന നിലയിൽ രാജ്യത്ത് വലിയ കലാപങ്ങളുണ്ടാവും. ഈ കലാപങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവർ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇവിടെ ആ കലാപങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. പണ്ടൊക്കെ അങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോൾ പഹൽഗാമിൽ പോലും മതം നോക്കി ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊന്നതിൻ്റെ പിന്നിൽ ഇതുപോലെയുള്ള ഒരു കലാപശ്രമമാണ്. ഇങ്ങനെ രാജ്യത്ത് ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ഭീഷണി ഉണ്ടാകുന്നു. ഇതെല്ലാം ഈ ഒരു കലാപ ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കുന്ന പദ്ധതികളാണ്. പക്ഷേ നമ്മളുടെ സെക്യൂരിറ്റി ഏജൻസീസ് വളരെ അലേർട്ടായതുകൊണ്ടാണ് ഇതിലെ ഓരോ പദ്ധതികളും പൊളിക്കപ്പെടുന്നത്. ഇതെല്ലാം പൊളിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട്. ഇപ്പോൾ ഇപ്പോൾ സനോജ് സൂചിപ്പിച്ച ഈ ഒരു വിഷയം, ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതികളിലാണ് ഇവരെല്ലാം കഴിയുന്നത് എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ വസ്ത്ര നിർമ്മാണശാലയിലെ വെറും ബംഗാളി തൊഴിലാളികളെന്നേ നമ്മൾ ഇവരെക്കുറിച്ച് കരുതുകയുള്ളൂ. ഇവരാരും ബംഗ്ലാദേശികളാണ് എന്ന് ആർക്കും അറിയില്ല. ബംഗ്ലാദേശികളാണ് എന്ന് മാത്രമല്ല, ഇവർക്ക് ലഷ്കർ-ഇ തൊയ്ബയുടെ പരിശീലനം ലഭിച്ച ആൾക്കാരുമാണ്. ഇതെങ്ങനെ പിടിച്ചു? ഇത് തമിഴ്നാട് പിടിച്ചതല്ല, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംവിധാനത്തിലൂടെ വന്നതല്ല. ഇത് ദില്ലിയിൽ 2 പേര് പിടിയിലായപ്പോൾ ഞങ്ങളുടെ കൂട്ടാളികൾ 6 പേര് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ്. ഇങ്ങനെ എത്ര പേര് നമ്മുടെ പെരുമ്പാവൂരും നമ്മളുടെ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലും തമിഴ്നാട്ടിൽ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ബാംഗ്ലൂരിലും ഒക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ന് മാത്രമല്ല, ഇവർക്കെല്ലാം വ്യാജ ID കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഒരു പാരലൽ സംവിധാനം നിലനിൽക്കുന്നു. ഭീഷണി റിയലാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് നൽകുന്ന സന്ദേശം. RP, സ്വാഭാവികമായും ഈ ഒരു സമയത്ത് മലയാളികൾക്കിടയിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയുണ്ടോ? കേരളം സുരക്ഷിതമാണോ? ഇത് പല നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ പല ആവർത്തി നമ്മൾ പറയുകയും ചെയ്തതാണ് അതിനുള്ള മറുപടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തത്തുമയിൽ തന്നെ നമ്മളുടെ ചാനലിൽ തന്നെ രാജാ മുനീബ് എന്ന് പറയുന്ന കശ്മീരി ജനിച്ചു വളർന്ന ദില്ലിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ദേശീയ മാധ്യമങ്ങളിൽ എഴുതുന്ന ആളാണ്. അദ്ദേഹം സെക്യൂരിറ്റി വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട്, അദ്ദേഹം കേരളത്തിലെ നിരവധി ജില്ലകളിൽ സന്ദർശനം നടത്തിയ അവസാനമാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത്, കേരളത്തിൻ്റെ അടിത്തട്ടിൽ നിങ്ങൾ കാണാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്, ഇതുപോലെ പരിശീലനങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ശരിയല്ലേ? ഇപ്പോൾ മൊയ്തീൻകുട്ടിയെ കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. മൊയ്തീൻകുട്ടി പറയുന്നത് PFIയുടെ പേരിൽ ഒരു മാസ്റ്റർ ട്രെയിനർ അല്ല, 12 പേരുണ്ട്. ഈ 12 പേരും ഒരു 100 പേർക്കെങ്കിലും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ചോദ്യമുണ്ട്. ഈ 100 പേർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? അതുപോലെ ഈ മൊയ്തീൻകുട്ടിക്കും ഈ മാസ്റ്റർ ട്രെയിനർമാർക്കും ആരാണ് ട്രെയിനിങ് കൊടുത്തത്? ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. ഇതൊന്നും ആരും അന്വേഷിക്കുന്നുമില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് രാജ്യത്തിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും രാജ്യത്തെ ആക്രമിക്കാനും വേണ്ടി വലിയ പദ്ധതികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വളരെ കൃത്യമായ, അതായത് ദില്ലിയിൽ ഒരു സ്ഫോടനം നടന്നു. ആ സ്ഫോടനം തന്നെ ചെറിയ സ്ഫോടനമായിരുന്നു. യഥാർത്ഥത്തിൽ 9 പേര് മരിച്ചു, അന്താരാഷ്ട്ര വാർത്തകളിലൊക്കെ നിറഞ്ഞു. എങ്കിലും ഇവരുടെ യഥാർത്ഥ പദ്ധതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ചെറിയ സംഭവമായിരുന്നു. ഒരു 3 ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ ഇവർ നോർത്ത് ഇന്ത്യ മുഴുവൻ കത്തിക്കാനുള്ള, അവിടെ എല്ലാം ബോംബ് സ്ഫോടനം ഉണ്ടാക്കാനുള്ള, ദില്ലിയിലെ ഗൗരി ശങ്കർ ക്ഷേത്രം ഉൾപ്പെടെ, റെഡ് ഫോർട്ട് ഉൾപ്പെടെ, ഇന്ത്യ ഗേറ്റ് ഉൾപ്പെടെ അവിടെ എല്ലാം സ്ഫോടനം ഉണ്ടാക്കാനുള്ള ഒരു വൻ പദ്ധതിയായിരുന്നു.
ആ പദ്ധതിയിലുണ്ടായ ഒരു ചെറിയ പാളിച്ച കാരണമാണ് ഒരിടത്ത് മാത്രം ഒരു കാറിലുണ്ടായിരുന്ന ബോംബ് പൊട്ടിയത്. അതുപോലും പൊട്ടിക്കാൻ കൊണ്ടുപോയതല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഡോക്ടർമാരാണ്. അപ്പോൾ ഇവർക്ക് ഫ്രീ ആയിട്ട് ഇവർക്ക് നടക്കാൻ പറ്റും. ഇപ്പോൾ തിരുപ്പൂരിലെ വസ്ത്രവ്യാപാരശാലയിൽ ബംഗാളികളായിട്ടുള്ള തൊഴിലാളികളായും ദില്ലിയിൽ ഡോക്ടർമാരായും ഒക്കെ ഈ ഭീകരവാദികളുണ്ട് നമ്മളുടെ ഇടയിൽ. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അല്ല ആർ പി, അപ്പോഴും വീണ്ടും നമ്മൾ കേരളത്തിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഇവിടെ സൈലന്റ് ഓപ്പറേഷൻ ആണെന്നാണ് പൊതുവേ പറയാറുള്ളത്. ഈ പറഞ്ഞതുപോലെ ഹൈഡൗട്ട് പ്രവർത്തിക്കുന്നു, ഇവർക്കുള്ള പരിശീലനം നടത്തുന്നു. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരസ്യമായ ചില ഭീകരാക്രമണത്തിന് കേരളം വേദിയാകുമോ എന്നുള്ളതാണ് ചോദ്യം. അത് അവരുടെ പ്ലാനിങ് പോലെ ഇരിക്കും. ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും അത് ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക, ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള പദ്ധതികൾ ചെയ്യുക എന്നല്ലാതെ നമുക്ക് വേറെ ഒരു തരത്തിലും ഇതിനെക്കുറിച്ചൊരു ഭാവിയിൽ എങ്ങനെയാണ് ഇത്, എന്തായാലും ഇതൊന്നും വെറുതെ അല്ലല്ലോ. 2022 ഇതുപോലെ NIA ഒരു സംഘത്തെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അന്ന് ഹിറ്റ് ലിസ്റ്റിൽ കൊച്ചിയും എന്തിനും നമ്മുടെ ശബരിമല ക്ഷേത്രം പോലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ പല ഘട്ടങ്ങളിലും ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഈവൻ ശ്രീലങ്കയിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ സമയത്ത് പോലും കേരളത്തിലും അതുപോലെ സമാനമായ ഒരു ഭീകരാക്രമണത്തിന് പദ്ധതി ഇടുന്നു അല്ലെങ്കിൽ പദ്ധതി ഇടുമായിരുന്നു എന്നുള്ള വാർത്തകൾ അന്ന് ശ്രീലങ്കയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈസ്റ്റർ ദിനത്തിൽ കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു ഭീകരാക്രമണം സംഘടിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല. ഇത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന ഈ ചെറുപ്പക്കാർ, ഇവർ ബംഗാളികൾ, ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇവർ ഒരുമിച്ച് കൂടിയിട്ട് ഇവർക്ക് ഈ ഡാർക്ക് വെബ് ഇതുപോലെയുള്ള സംവിധാനങ്ങളിലൂടെ ഇവർ ഈ ഹാൻഡ്ലർമാരെ അങ്ങോട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരുമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കാര്യം പറയുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, റാഷീദ് അബ്ദുള്ള എന്ന് പറഞ്ഞ് ഇവിടുന്ന് ISC ചേരാൻ വേണ്ടി പോയ ആൾ. അയാളുടെ ഒരു ടെലിഫോൺ സംഭാഷണം ഇപ്പോഴും കിടപ്പുണ്ട്. ആ ടെലിഫോൺ സംഭാഷണത്തിൽ നാട്ടിലുള്ള ചെറുപ്പക്കാരോട് ഇയാൾ പറയുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നാട്ടിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നിങ്ങളുടെ ഒരു ശക്തിയും നിങ്ങളുടെ ഒരു കഴിവും നിങ്ങളൊന്ന് തെളിയിക്കൂ എന്നാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ കഴിവ് തെളിയിക്കാനും ശക്തി തെളിയിക്കാനും പുറപ്പെട്ട ചെറുപ്പക്കാരാണ് ഇവരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റാഷീദ് അബ്ദുള്ള അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുമ്പോൾ അവിടെ സ്ഫോടക വസ്തുക്കളുമായിട്ട് വണ്ടി കയറ്റുക, അവിടെ പൊട്ടിത്തെറിക്കുക, ഇതൊക്കെ ചെയ്താലല്ലേ നമുക്ക് അവിടെ എന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത്, ഉത്സവങ്ങൾ നടക്കുന്നു, അമ്പലങ്ങളുണ്ട്, ഇതൊക്കെ വളരെ മോശമല്ലേ എന്നൊക്കെ ഈ റാഷീദ് അബ്ദുള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇത് ഈ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ട് സ്വയം തെളിയിക്കാൻ ഇറങ്ങിത്തിരിച്ച ചെറുപ്പക്കാരായിരിക്കണം ഈ ആൾക്കാർ. അതിനകത്ത് സംശയമില്ല. പിന്നെ ഇതിനകത്ത് ഒരു വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ 2025 വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ഇന്ത്യക്കെതിരായ ഭീകരവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്. ഇപ്പോൾ നവംബറിലാണ് ഇതുണ്ടായത്, ദില്ലിയിലുണ്ടായത്. അതേ സമയത്ത് നവംബർ മാസത്തിൽ തന്നെ അതിലും ഒരുപക്ഷെ വലിയ മാരകമായ ഒരു അറ്റാക്ക്, റൈസിൻ മറ്റേ വിഷവാതകം ഉപയോഗിച്ച് ഗുജറാത്തിൽ അങ്ങനെ ഒരു അറ്റാക്ക് നടത്താൻ ശ്രമിച്ച ആൾക്കാരെ പിടികൂടിയിരുന്നു. അത് കുടിവെള്ളത്തിൽ ഉൾപ്പെടെ ഈ വിഷം കലർത്താനുള്ള പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരെ അത് അഫക്റ്റ് ചെയ്തതിന്. അപ്പോൾ ഇവർ ഈ തരത്തിൽ ഇവരിത് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഇവർക്ക് കൃത്യമായ ഒരു പിന്തുണയുണ്ട്. ആ പിന്തുണ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2025 ഫെബ്രുവരിയിൽ ഈ ലഷ്കർ-ഇ തൊയ്ബയും ഈ ഹിസ്ബുൾ മുജാഹിദിനും ISIയും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റേത് ഇവർ സെപ്പറേറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ISIയുടെ ഇവർക്കുള്ള ഹാൻഡിലർമാരും സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ അത് ഇവിടെ ഇന്ത്യയിൽ ഇത്രയും ശക്തമായ ആൻറ്റി ടെറർ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മുടെ ഏജൻസികൾ വളരെ അലേർട്ടാണ്. അപ്പം നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ ഭീകരവാദികളെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇവരെ ഒരുമിപ്പിച്ചത് ISI ആണ്. അപ്പോൾ അതനുസരിച്ച് ട്രെയിനിങ് ഫെസിലിറ്റീസ്, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, വെപ്പൺസ്, അതേപോലെ ഭീകരവാദികൾ ഇവരെയെല്ലാം പരസ്പരം ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതി ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരൊന്നുകൂടി കരുത്ത് അവർക്ക് വരികയാണ്. അതിൻ്റെ പിന്നാലെയാണ് ഈ പറയുന്ന 2025 ഈ സംഭവങ്ങൾ, വലുതും ചെറുതുമായ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. RP, ഒരു കാര്യം കൂടെ, ഒരു ചോദ്യം കൂടെ അവിടെ പ്രസക്തമാവുകയാണ്. കാര്യം ഈ പറഞ്ഞതുപോലെ ഇവർക്ക് ഡാർക്ക് വെബിലും മറ്റ് എല്ലാ ഈ പിന്തുണയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ഈ ഓരോ സ്ഥലങ്ങളിലും ഓപ്പറേഷൻ നടത്താൻ പ്രാദേശികമായുള്ള പിന്തുണയും കൂടെ ആവശ്യമുണ്ട്. അപ്പം ഈ ആഭ്യന്തരമായി ഇത്തരത്തിൽ ഇവർക്ക് ആരാണ് സഹായം ചെയ്തു കൊടുക്കുന്നത്? ഇപ്പോൾ പഹൽഗാം ഈ പറഞ്ഞ 2025 തന്നെയാണ് ആ ഒരു സംഭവം നടന്നത്, അല്ലേ?
ഏപ്രിൽ മാസത്തിൽ. അപ്പോൾ ഈ പഹൽഗാമിലൊക്കെ കൃത്യമായി അവർക്ക് പ്രാദേശികമായ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രയും വലിയൊരു ഓപ്പറേഷൻ സാധ്യമായത്. ഈ പറയുന്നത് പോലെ ഇവിടെ ഇപ്പം നമുക്ക് കേരളത്തിൽ ഇവരെ ഒന്നും മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം പോലും നേരെ ചൊവ്വ ഉണ്ടെന്ന് തോന്നുന്നില്ല, അല്ലേ? അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ആഭ്യന്തരമായി ഇത്തരം സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും? തീർച്ചയായിട്ടും രണ്ട് കാര്യമുണ്ട്. ഈ ലോൺ വൂൾഫ് അറ്റാക്ക് എന്ന് പറയും. ഒറ്റയ്ക്കുള്ള ഈ പറയുന്ന പോലെ വെബ് ഉപയോഗിച്ച് ബോംബ് ഉണ്ടാക്കാൻ പഠിക്കുകയും അതേപോലെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇൻ്റർനെറ്റിലൂടെ മാത്രം ഹാൻഡ്ലേഴ്സുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ഭീകരവാദികളുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഒരു പ്രത്യേകത അത് ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ഓപ്പറേഷൻ പ്രാദേശികമായ ഗ്രൗണ്ട് ഓപ്പറേഷൻ ഇപ്പോൾ പഹൽഗാം പോലെ ഇതുപോലെയുള്ള അറ്റാക്കുകൾക്ക് തീർച്ചയായിട്ടും ഇവർക്കൊരു പ്രാദേശികമായ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആ സപ്പോർട്ടിന് ഇന്ത്യയിൽ എല്ലാ കാലത്തും അതിന് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയമായിട്ട് പോലും അതിന് അറ്റാക്കിന് ഒരാൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ പഹൽഗാം വളരെ വ്യക്തമാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ വന്നിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല പഹൽഗാമിൽ നടന്നത്. അത് വളരെ കൃത്യമായി ആ സ്ഥലങ്ങൾ നോക്കിക്കാണാനും അവിടുത്തെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാനും വളരെ കൃത്യമായിട്ട് ആ ഓപ്പറേഷൻസ് നടന്ന് അവിടെ ഈ കൂട്ടക്കൊല നടത്തിയ ശേഷം ഈ ഭീകരവാദികൾ അവിടുന്ന് രക്ഷപ്പെടാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല. പക്ഷേ ഇതിൻ്റെ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സുരക്ഷാ ഏജൻസികൾ വളരെ അലേർട്ടാണ്. അവർക്ക് അതായത് തീവ്രവാദികൾക്ക് എന്ന് വേണേലും എവിടെ വേണമെങ്കിലും ഏത് സമയത്തും ഒരു ഭീകരാക്രമണം പ്ലാൻ ചെയ്യാം. അത് അവരാണ് നിശ്ചയിക്കുന്നത് എവിടെ, എപ്പോൾ, എങ്ങനെയെന്ന്. പക്ഷേ അവർ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അതിനെ തടയുകയും ചെയ്യേണ്ടതാണ് ഇൻ്റലിജൻസ് ഏജൻസികളുടെയും നമ്മളുടെ സുരക്ഷാ സംവിധാനത്തിൻ്റെയും വലിയ കടമ എന്ന് പറയുന്നത്. അതാണ് വളരെ ഒന്നുകൂടി വലിയ പരീക്ഷണമെന്ന് പറയുന്നത് അതാണ്. മറ്റവർക്ക് എപ്പോൾ വേണമെങ്കിലും തീരുമാനിക്കാം, അവരുടെ സൗകര്യമാണ്. പക്ഷേ അവരുടെ സൗകര്യപ്രകാരം തീരുമാനിക്കുന്ന കാര്യങ്ങളെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതിനെ തടസ്സം നിൽക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നമ്മളുടെ സുരക്ഷാ ഏജൻസികൾ ചെയ്യുന്നത്. അവരത് കൃത്യമായി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാണ് ഈ പറയുന്ന ഓരോരോ പദ്ധതികൾ പരാജയപ്പെടുന്നതും ഇതുപോലെയുള്ള ഭീകരവാദികൾ നമ്മളുടെ രാജ്യത്ത് പിടിക്കപ്പെടുന്നതും. പക്ഷേ അപ്പോഴും ഇവർക്കൊക്കെ ഇത്രയും സുഗമമായി നമ്മളുടെ രാജ്യത്തിനുള്ളിൽ കടന്നു വരാനും വ്യാജ ID കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഒരിക്കലും സംശയിക്കാത്ത സ്ഥലങ്ങളിൽ ജീവിക്കാനും ഒക്കെ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ സുരക്ഷാ ഭീഷണി തന്നെയാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ഈ 2016 ഡീമോണിറ്റൈസേഷന് ശേഷം രാജ്യത്ത് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു തടയിടാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാർ അത് പ്രത്യേകിച്ചും മോദി സർക്കാരിൻ്റെ വലിയൊരു നേട്ടമായി തന്നെ അക്കാലത്ത് പരാമർശിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വർഷം മുതൽ ഇതൊക്കെ വീണ്ടും ഈ പഴയ അവരുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡി തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. അതിനൊരു കാരണം അത് തീർച്ചയായിട്ടും വരുമല്ലോ. അതായത് ഇപ്പോൾ രാജ്യത്തെ എക്കോണമിയെ ഒന്ന് പിടിച്ചു കുലുക്കുക, വീണ്ടും റീസ്ട്രക്ചർ ചെയ്യുക, അത്തരം കാര്യങ്ങളാണ് ഇതൊരു ശാശ്വത പരിഹാരമല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഭീകരർക്ക് എന്ത് ആയാലും അവർക്ക് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അവർക്കതിന് വിദേശത്ത് നിന്ന് പണം വേണം. ഇപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും കണ്ടെയ്നറിൽ നോട്ട് വന്നതുപോലെ ഒന്നും നോട്ട് വരാൻ പറ്റില്ല, അതൊന്നും നടക്കില്ല ഇനി. പക്ഷേ അവർ വേറെ വഴികൾ കണ്ടെത്തും. അപ്പോൾ ആ വഴികൾ കണ്ടെത്തുക, അതിനെ പരാജയപ്പെടുത്തുക, അപ്പോൾ അടുത്ത വഴി അവർ കണ്ടെത്താൻ ശ്രമിക്കും. ഇതിനൊക്കെ ശാശ്വത പരിഹാരമെന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നമ്മൾക്കെതിരെ ഭീകരപ്രവർത്തനം നടത്തുന്ന രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനിലെ ആഭ്യന്തരമായിട്ട് തന്നെ പാകിസ്ഥാനെ ഇല്ലാതാക്കിയാൽ, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിൻ്റെ സംവിധാനം ഇല്ലാതാക്കിയാൽ, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് ന്യൂട്രലൈസ് ചെയ്താൽ മാത്രമേ ഭാരതത്തിലെ ഈ ഭീഷണികൾ അവസാനിക്കുകയുള്ളൂ. ഇതുപോലെയുള്ള ഭീകര ഭീഷണികൾ, അല്ലാതുള്ള ഭീഷണികൾ ഇപ്പോൾ സോറോസും കൂട്ടരുമൊക്കെ ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും പ്രബലരായ രാഷ്ട്രീയക്കാരെ വരെ അവരുടെ ചാക്കിലാക്കിയിട്ടുണ്ട്. അത് മറ്റൊരു തരത്തിലുള്ള ഭീഷണിയാണ്, അത് നേരിടാം. പക്ഷേ രാജ്യത്തെ ജനങ്ങൾക്ക് നിരപരാധികളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ തകരണം. അതിന് വേറൊരു വഴിയില്ല. നമസ്കാരം.